ഗൈസ് ഇതുവരെ തട്ടാതെ ഈ കയറ്റം കയറുമ്പോൾ മുട്ട വെച്ചടിച്ച് ഇതെങ്ങനെയാണ്? മതി ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇങ്ങനെ നമ്മൾ ഡെയിലി വ്ളോഗ് ഡേ 2. ഗൈസ് ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ 9:30. ഇന്ന് ഹോസ്പിറ്റലിൽ പോകണ്ട കേട്ടോ. ഉച്ച വരെ ഹോസ്പിറ്റലിൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ചായ കുടിക്കണം, ഹോസ്പിറ്റലിൽ പോകണം. ഇന്നത്തെ സ്പെഷ്യൽ പുട്ടും പത്തിരി 2 കടിയോ. ഇത് നമുക്ക് ചിക്കൻ കറി ഉണ്ട്, കഴിച്ചിട്ട് വരാം. ഗൈസ് വീട്ടിലേക്ക് ചിക്കൻ വാങ്ങാൻ പോവാണ് ഗൈസ്. കാരണം വീട്ടിൽ പണിക്കാറുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ചിക്കൻ വാങ്ങണം. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഉമ്മ പറഞ്ഞ് പോയി ചിക്കൻ വാങ്ങിയിട്ട് വരാം. എന്നാ പിന്നെ നമുക്ക് വാങ്ങി കൊടുത്തേക്കാം. എന്നാൽ പോയിട്ട് വരാം. പോയി വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഇന്ന് ഉച്ച വരെ ഉണ്ടാവുള്ളൂ. അപ്പം വേഗം പോയി പരിപാടി ഇറക്കണം. ഇതാണ് നമ്മുടെ നാട്ടിലെ ചിക്കൻ കട. കണ്ടില്ല, ഞാൻ ഈ നാട്ടിൽ പുതിയതാണ്. ഞാൻ ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ വന്നിട്ട്. ഒരു കമ്പനിക്കാർ പോലും ഇല്ല ഗൈസ്. ചെയ്യാൻ എൻ്റെ വിഷമം. ചിക്കൻ വാങ്ങിയിട്ട് വരാം ഗൈസ്. അങ്ങനെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇതോ. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരണം. ഇതോ ആ ചോപ്പ് പോയിക്ക് പോകണതില്ലേ, അവിടെയാണ് ഹോസ്പിറ്റൽ. ഞാനിത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം ഗൈസ്. അങ്ങനെ ചിക്കനെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇനി നേരെ ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്. പോയി വന്നിട്ട് പറയാം ഗൈസ്. അങ്ങനെ ഞാൻ ടെസ്റ്റിലൊക്കെ സാമ്പിളൊക്കെ കൊടുത്തിട്ട് ഞാനിങ്ങനെ പോകുന്നു. എൻ്റെ കൈയൊക്കെ ഉണ്ട് ഇവിടെ ചോരൊക്കെ എടുത്ത് കഴിച്ച് ബ്ലഡൊക്കെ കൊടുത്തിന്. 12:30 ആകുമ്പോഴത്തേക്ക് വരാൻ പറയണേ. നമുക്ക് വീട്ടിലേക്ക് പോകാം. കുത്തുമോടെ ഇപ്പോൾ കുത്ത് കിട്ടിയതേ ഗൈസ്. ഒരുപാട് ജോലിയുണ്ട്. കാരണം ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി എയർപോർട്ട് വെച്ച് എഡിറ്റ് ചെയ്തപ്പം അത് വോയിസ് ലാഗായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അത് എഡിറ്റ് ചെയ്ത് തീർക്കാണ്ട് പിന്നെ ചായ എന്തെങ്കിലും കുടിക്കണം. കുറച്ച് ചായ എന്തെങ്കിലും തരുമോ? കുറച്ച് ചായ കൊണ്ട് വിശക്കണോ? ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയല്ലോ. ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയ സെറ്റപ്പ്. ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ ഒരു ജന്മത്തിൽ ഇങ്ങോട്ട് പണിക്കരില്ല. ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ കറി അവിടെ ആയിരിക്കുന്നു. നമുക്ക് എന്നാൽ വല്ലത് കുടിച്ചിട്ട് നമ്മളെ പരിപാടി നോക്കാം. ഇവിടെ പുതിയ മോട്ടറൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു കഴിച്ച്. ഞാൻ അപ്പോഴും പറഞ്ഞു ഞാൻ വരാം കൂടെ, വീഡിയോ എടുക്കാൻ ഞാൻ വരാം. എന്നാൽ എനിക്കൊരു കണ്ടന്റ് വായി, നിങ്ങൾക്ക് സാധനമായി. എവിടെ സമ്മതിക്കണില്ല. ഇപ്പം ഫിറ്റ് ചെയ്യണ വീഡിയോ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല ഇവിടെ പെയിൻറ്റ് പണി നടക്കണം. പെയിൻ്റെല്ലാം വൈറ്റ് സിമെൻ്റ് അടിക്കണമെന്ന് കാണിച്ചു തരാം. എന്തായാലും പോയി നോക്കാം. ഇതാണ് വൈറ്റ് സിമെൻറ്റ്. അവരെടുത്ത് എൻ്റെ ബാക്കിയാണ് തോന്നുന്നു. ഇവിടെ പിന്നെ ഓൾറെഡി അടിച്ചാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിലടിക്കും. ദിസ് സൈഡ് അവരടിക്കുന്നു. ഈ ഏരിയ ഫുള്ള് കഴിഞ്ഞിട്ടാണ്. ബാക്കി ഇവർ പോയിട്ട് കാണിച്ചാൽ എനിക്ക് ക്യാമറ പോലെ മുന്നിൽ കൊണ്ടുപോകാൻ ഭയങ്കര മടി. ഞാൻ പണ്ടേ ഇൻട്രോവേർട്ടാണ്. അവർ പോയിട്ട് കാണിച്ചു തരാം, ഫുള്ള് കാണിച്ചു തരാം. ടൈം ഇപ്പോൾ 12:30 ആയിട്ടോ. പോയി കണ്ട് റിസൾട്ട് വാങ്ങിയിട്ട് വരാം. ഓക്കെ. എന്നിട്ട് നൈറ്റ് വേറെ ഹോസ്പിറ്റലിൽ ആണ് ഈ എല്ലിൻ്റെ ഡോക്ടറെ കാണിച്ചേ. അവിടെ പോയിട്ട് അവർക്ക് റിസൾട്ട് കാണിച്ചു കൊടുത്തിട്ട് അവരെന്താ പറയണത് നോക്കണം. അത് കഴിഞ്ഞിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തെറാപ്പി ചെയ്യണം. ഇടങ്ങാറാണ്. പോയിട്ട് വരാം. എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 500 രൂപ നോട്ടാണ്. ഇവിടെ ആരെടുത്തും ചില്ലറില്ല. ഞാൻ നേരത്തെ ഒന്ന് ചിക്കൻ കടയിൽ പോയി ചോദിച്ചു നോക്കട്ടെ. കിട്ടി ഗൈസ്, കിട്ടി. അങ്ങനെ ചേഞ്ച് ആയി. ഇനി വേണ്ട റിസൾട്ട് വാങ്ങിയാൽ മതി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഗൈസ്. റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ആർക്കും നോക്കാറിയണവർ എന്താ അസുഖം ഇത് പറഞ്ഞു തരുന്നേ. അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എത്ര ഉള്ളൂ. ഇതാണ് സംഭവം. കുറച്ചും കൂടി അടുത്ത റിസൾട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതിലെന്താ ഏതാണെന്ന് അറിയില്ല. ഇന്ന് നൈറ്റോ നാളെ മോർണിംഗോ ആയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകണം. ഉച്ചയായി, നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം അക്ഷയയിലൊന്ന് പോകണം. കാരണം എനിക്ക് ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടി നോക്കാണ്ട്. അപ്പം ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കൈ കഴുകുന്നു. കൈ കഴുകി കഴിഞ്ഞു. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നും ചിക്കൻ കറിയാണ്. ചിക്കൻ കറി വിത്ത് പപ്പടം, അച്ചാർ, വെള്ളം. ഓക്കെ, ലാവിഷാണ്. കഴിച്ചിട്ട് വരാം. പ്ലേറ്റ് എടുത്ത് വരും, കഴിക്കാം. ഓരിന്നേ ആണ്ടരാ ഞാൻ ആയിക്കട്ടെ. ഇവിടെ ഉമ്മ അരി ഇങ്ങനെ ആക്കില്ല. അതിനെന്താ പറയുക, അരി ചേർന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഞാനങ്ങനെ ചെയ്ത് നോക്കിയാലോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്ത് നോക്കില്ല. ചെയ്തോക്കാം നിങ്ങൾ. എനിക്ക് വെച്ച് ഇവിടെ ഉമ്മ ചെയ്തപ്പോൾ ഫുള്ള് പൊടിയാണ്. ഞാൻ ചെയ്തപ്പോൾ ചിലപ്പോൾ ഫുള്ള് അരിയാവും. നോക്കിയോക്കാം. ഇതെങ്ങനെയാണ്? മതി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്ത ഇവിടെ ഫുള്ള് അരിയാവും. എനിക്കിത് പഠിക്കണം. എനിക്ക് ചോറുണ്ടാക്കാനും ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കെ പഠിക്കണം. സഹായിക്കാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നോക്കട്ടെ. നന്മവരാണ്. എക്സ്പീരിയൻസ് ആണ്, ഹൈലി എക്സ്പീരിയൻസ്. പക്ഷേ പോകാൻ പറ്റില്ല ഗൈസ്. ബിക്കോസ് ഇവിടെ ഞാൻ രാവിലെ പറഞ്ഞില്ലേ മോട്ടർ നന്നാക്കാൻ വരുന്നു. മോട്ടർ നന്നാക്കാൻ വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് പണിയില്ലേ. ഉള്ളു ഞാനില്ലെങ്കിലും കുറച്ച് ചില്ലറ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് അങ്ങനെ വെയിറ്റ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം നമ്മളെങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഫേസ് വാഷ് ഇല്ല. കാരണം സോപ്പ് ഉപയോഗിച്ചിട്ട് മുഖത്ത് കുരു വന്നിട്ടുണ്ടോ.
ഒരു ഫേസ് വാഷ് വാങ്ങണം. എനിക്ക് ഫേസിൽ സോപ്പ് പറ്റില്ല, അതിനോണ്ടാണ്. ഫുള്ള് മറ്റേ സംഭവങ്ങൾ ഉപയോഗിക്കുള്ളൂന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യില്ല, ഏകദേശം ഫേസ് വാഷ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ അത് വാങ്ങണം. പിന്നെ താടി വടിക്കുന്ന മറ്റേ സാധനം ഷേവിങ് സെറ്റ് വാങ്ങണം. പിന്നെ ചില്ലറ അത്ര തന്നെ ഉള്ളൂ. എന്തായാലും പോകണമെന്നുണ്ട് ബിക്കോസ് അത് ലേറ്റ് ആക്കാൻ പറ്റില്ല. ഞാൻ ഒരു അക്ഷയ ചോദിച്ചപ്പം 5K എന്തോ വരുന്നുണ്ട് 4 ഇയേഴ്സിന്. അത് അപ്പോൾ ഒന്നും കൂടി കൺഫേം ആക്കിയിട്ട് അതിലും കുറവുള്ള വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ അക്ഷയ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ നാളെ പോയി ചെയ്യണം. വാപ്പച്ചിക്ക് വേണ്ടിയിട്ട് അയമോദ ഗുളിക. എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റിന് പറ്റിയ സാധനം ഉള്ളൂ. ഇത് മതി എന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് നോക്കണം. പിന്നെ എഗ്ഗും കൂടി വേണം. ഷേവ് സെറ്റ് വേണ്ട, എഗ്ഗ് മതി. ഗൈസ് ഇതുവരെ തട്ടാതെ ഈ കയറ്റം കയറുമ്പോൾ മുട്ട വെച്ചടിച്ച് പൊട്ടിയണോന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കളറ് കണ്ടിട്ട് പൊട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ പുളിസേ അടിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. പൊട്ടിയണോ ഇല്ലയെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ. ഓ അളിയ ഒന്നേ പൊട്ടിയിട്ടുള്ളൂ. അത് ഒറ്റ നല്ല അടി അടിച്ചായി ഒന്നാണ് പൊട്ടി. കുഴപ്പമില്ല, മുട്ടാകുമ്പോൾ തട്ടി പൊട്ടിയൊക്കെ ആയിരിക്കും. ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യണം, നാളെ അപ്ലോഡ് ചെയ്യണം. പക്ഷേ ഒരു ചെറിയ സംഭവം എന്താ വെച്ചാൽ ഇന്നത്തെ തമ്മിൽ എടുക്കാൻ മറന്നു. അതിന് എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കും. വളരെ സിമ്പിളായിട്ടാണ് രാത്രി കഴിക്കൽ. ഇത് ഇന്ന് രാവിലത്തെ പത്തിരി ആയതുകൊണ്ട് പത്തിരി കണ്ടപ്പം തിന്നു. അപ്പോൾ ഓക്കെ, കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എഡിറ്റിങ് കഴിഞ്ഞ് നാളെ നമ്മളെ ഫസ്റ്റ് വ്ളോഗ് വരും. ഒരു 5 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്കോ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പം ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.